മക്കളെ. നമ്മൾ ഡൽഹി എയർപോർട്ട് എത്തി. നമ്മുടെ ലഗേജ് വന്നിട്ടില്ല. വന്നു എടുത്തോ. യാക്കൂബിന്റെ ലഗേജ് വന്നിട്ടില്ല. ലഗേജ് പോയി നോന്ന് യാക്കൂബ്. ദേവന്നടാ. ഇവിടെ നല്ല കോടയുണ്ട് കേട്ടാ. ക്യാമറ കാണാൻ പറ്റുന്നുണ്ടാ. നല്ല രസം കാണാൻ. ചാന്ദിനി ചൗക്കിലോട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. നമുക്ക് റൂം നോക്കണേ. ഫുള്ള് കോടയുണ്ടാ. നല്ല തണുപ്പ് തന്നെ. പേടിയാണ് സ്ഥലങ്ങൾ. ഇത്ര രാത്രി ആയോണ്ടാണ്ട ണ്ടല്ലോ. ഞാനിട്ട് സ്ഥലങ്ങൾ പട്ടി ഭയങ്കര കോരയാണല്ല. ഭയങ്കര കോര. ഒന്നും ചെയ്തിട്ടില്ല, പിടിച്ചിട്ടില്ല, വെറുതെ ഇരുന്ന് കുരക്കണം. ഇപ്പൊ അവിടുത്തെ ഇതിന്റെ ഉദ്ദേശിച്ച ഹോട്ടലില് ആ പട്ടിന്റെ കാരണം നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ വേറെ ഹോട്ടലൊക്കെ ഉണ്ട്. കണ്ട നമ്മളെ റൂം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഡൽഹി വന്നിട്ട് ഫസ്റ്റ് ദിവസം. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിൽ ആടാക്കാം. പൂരിയും ആലക്കറി അല്ലേ, പൂരി ബജി. അപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഫ്രഷായി സരോജിനി മാർക്കറ്റിലോട്ട് പോകണേ ഗൈസ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് കാസർഗോഡ് പോയിട്ടിടാന്ന് വെച്ച് അയൺ ചെയ്തിട്ടില്ല കേട്ടോ. खर्चा नहीं करना इसको. मालिक करे, अच्छा करियर बने, खूब तरक्की करे. मेरी बेटी को बीमा करा. ഗൈസ് ട്രാൻസ്ജെൻഡർ കയറിയിട്ടുണ്ടായിട്ട വിറ്റ് എന്തൊക്കെ എന്നെ യാക്കൂബിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പൈസയൊക്കെ വെച്ചിട്ട് എന്നിട്ട് 50 രൂപ 25 രൂപ എന്തോ കൊടുത്ത്. 50 രൂപ കൊടുത്തിട്ട് അവർ പോണില്ല. അവർക്ക് 500 രൂപ വേണോ. ലാസ്റ്റ് 100 രൂപയിൽ ഒതുക്കി നമ്മ. യാക്കൂബ് നന്നായിട്ട് പേടിച്ച്. ഞാൻ മേടിച്ചൊന്നുമില്ല. നഗർ മാർക്കറ്റ് നല്ല ഭംഗിയുണ്ടല്ലോ.
സരോജിനി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇനി വേറെ സ്ഥലത്തോട്ട് പോണേ. മാർക്കറ്റിന്റെ സൈഡിലുള്ള ഇവിടുത്തെ മെയിൻ ഹോണടിയാണ് ട്ടാ. ഫുള്ള് ഹോണടിയാണ്. പിള്ളേര് ഫോട്ടോ എടുക്കണം. ഇവിടെ തിരക്ക് കഴിഞ്ഞിട്ടില്ല. എട്ടേക്കൊണ്ടേക്ക് നമ്മള് ബസ് സ്റ്റാൻഡിൽ എത്തിയട്ടാ. കബഡി 20 12:30 വന്നു. ബസ്സിൽ കയറിപ്പോയി 6 മണിക്ക് കയറേണ്ടതാണ്. പഴയ ബസ് കയറിപ്പോയി. നാളെ രാവിലെ 7 o'clock ആവും. ഇടക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ബസ്സിൽ കയറുമ്പോൾ. ഇതവിടെ ചെന്നിട്ട് കാണിച്ചിട ബാക്കി കിടന്നുറങ്ങണം. കോഫിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെ ഹോട്ടലിൻ്റെ പൊക്കത്ത് നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ഫുഡ് കഴിക്കാൻ വന്നേക്കണം. കോഫിയും ബ്രെഡ് ടോസ്റ്റും ആണ്. ഇതാ റൂം നമ്മളെ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ പുറത്ത് പോകാൻ മോണി ഞാൻ കോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ സ്നോ ഇല്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇന്നലെ കാർഗോസ് തന്നെ കേട്ടോ. ഈ കോട്ട് ഞാൻ സരോജിനി മാർക്കറ്റിൽ വാങ്ങിച്ചു. ഗായ്സ് നമ്മൾ ഗ്രഹാം വില്ലേജിലോട്ട് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് ഒരു 30 minutes മേലെ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കാല് വേദനിക്കണം എനിക്ക്. ആക്കുമെങ്കിൽ ഇപ്പം തന്നെ കാല് വേദനിക്കണം. ഇപ്പൊ എത്തിയപ്പോ ഇവിടെ വണ്ടികളുണ്ട്, പക്ഷേ നടന്നിട്ട് പോണത് വേറൊരു സുഖമല്ലേ. ആ ഒരു വൈബ് എടുക്കാൻ വിചാരിച്ച് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ കിതക്കുന്നുണ്ട് കേട്ടാ. ചെറിയൊരു വെയിലുണ്ട് ഇവിടെ. ചൂടില്ല ഒട്ടും. പക്ഷെ സുഹൃത്തുക്കളെ കാണൂ ഈ കാട്ടിലേക്കുള്ള യാത്ര. ഒരാള് വലിയ കാര്യത്തില് വണ്ടി വിളിക്കണ്ട നടക്കാന്ന് പറഞ്ഞ് നടത്തിച്ച ഒരാളിനെ കാണിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? വയ്യാണ്ടായി. എത്തണ്ടേ പിന്നെ എന്തോരായി നടക്കണം. അയ്യോ ഷോക്സ് ഷോക്സ് സൂര്യ കൈ പിടിച്ചിട്ടുണ്ടായി. എൻ്റെ വീണോ യാക്കൂബിന്റെ ഷോക്സ് ആണ്ടാ. ഞാൻ വരാം. സ്ട്രോങ് ആണോ? ഒരാളിവിടെ തളർന്നിട്ടാ. ഒരാള് രണ്ടുപേരും തളർന്നു. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എങ്ങനെ നടക്കാൻ പറ്റുന്നതാണ്? വെറുതെ നടക്കാനൊക്കെ കുഴപ്പമില്ലേ? കയറ്റം കൂടി ഉള്ളതുകൊണ്ടാ. ഇവിടെ ഉണ്ട്. ഇപ്പൊ നോക്കാം. പൊക്കത്തോട്ട് പോണം. ഞാൻ ഡെഡായി. എവിടെയെങ്കിലൊക്കെ എത്താണ്ടിരിക്കൂല. ബാ
ഇവിടെയൊക്കെ പാർട്ടീസ് നടന്ന പ്ലേസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവനിപ്പോൾ അറിയില്ല കേട്ടോ. നേരത്തെ 2-3 പേരെ കണ്ടോടെ. ഇവിടെ കാര്യമില്ല. ഇവിടെ ഡോങ്കി ഉണ്ട്. പഠിച്ചോണ്ട് ഇങ്ങോട്ടല്ലോ എന്തെങ്കിലും ചെയ്താലെന്ത് ചെയ്യും? ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഡോങ്ങിൻ്റെ പുറത്തേക്കിട്ടാണ് രാവിലെ അന്ന് കണ്ടു. അങ്ങോട്ട് ചാടിക്കോ. ജിംസ് കെട്ടിയും പിടിച്ച് പിന്നെ നടപ്പായി 1 hour 30 minutes ഉണ്ടെന്നാണ് ആ കടക്കാരൻ പറഞ്ഞത്. അടിയിലൊട്ടി മല പകുതിയോളം നമ്മൾ കയറി. കുറച്ചും കൂടെ ഉണ്ട്. കിട്ടി ഗൈസ്, ലിഫ്റ്റ് കിട്ടി. ഇവിടെ നോളക്കണം. तो काटो पैसा होगा तब काटो ना, ऐसे कैसे काटो वो तो त्रास होता है ना. ഡോങ്കിയാനുണ്ട്. ചുട്ടു നിറം പോടാ അങ്ങോട്ട്. ഒരു മല ഫുള്ളും കയറിയിട്ടാ ട്രക്കിങ് അതിലും പറ്റി പേടിച്ച് ചാകും. ഇവിടെ എന്താ ഉള്ളതെന്നാ ഒന്ന് കാണട്ടെ. അത്രയും കയറി വന്നതാണ്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ബിറ്റാണ്, നല്ല ടയേർഡാവും. 15 മിനിറ്റോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞ. വെള്ളം തീർന്നിട്ടാ അവിടെ നിന്ന് തന്നെയുണ്ട്. സമ്മതിക്കണോണ്ട് ഗ്യാസും കുറ്റി എടുത്തോണ്ടാണ് പോണത്. ഗേൾസൊക്കെ ബോയ്സ് അതെ എത്ര എത്തിയാ മതിയിരുന്നു. എത്തോയാക്ക് പോയിപ്പോയെങ്കിലും നമ്മുടെ മലയാളികളെ പരിചയപ്പെട്ടു. ഓൾമോസ്റ്റ് എത്താനായി. നല്ല ടയർഡായി. വീട്ടിൽ ചെന്നിട്ട് നല്ല കാലുവേദന ഉണ്ടാവും. പക്ഷേ ഒരു പ്രാവശ്യം ഇത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നൈസാണ്. നമ്മൾ 12 മണിയായപ്പോൾ അവിടെ നിന്ന് കയറാൻ തുടങ്ങി. 3 നേരമായി ഫുഡ് കഴിച്ചിട്ടില്ല. വരാൻ നേരത്തെ ഒരു പാർലിജി ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു. നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. അടുത്ത ആൾക്കാർ ഗൈസ് ഗൃഹങ്ങളിലെത്തി. ഒരു കാലി ഇതാക്കി പോയി. സ്റ്റേ അടിക്കാനുള്ള ഓപ്പും സംഭവങ്ങളല്ലേ. നടന്നു. നമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് പോണേണ്ട നല്ല കാല് വേദന ഉണ്ട്. യാക്ക് നല്ല കാല് വേദന ഉണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. മറ്റേ പിള്ളേരായാലും ആൾക്കാരൊക്കെ വെറുതെ നൈസാണ്. ഇഷ്ടമായി. ചെറുതായിട്ട് വയ്യൊക്കെ തെറ്റിപ്പോണുണ്ട് കേട്ടോ. ഇവരെ സമ്മതിക്കണം കേട്ടോ. ചെറിയ പിള്ളേർ വരെയും ഓരോ സാധനങ്ങളായിട്ടാണ് പോണത്. എൻ്റെ ഫോണിൽ ചാർജില്ല. ഞാൻ റൂമെത്തിയിട്ട് വ്ളോഗ് എടുക്കാം.
ഓക്കെ ഇതൊക്കെ വലിച്ചിട്ടാണ് കൊത്തോട്ടുണ്ടോണം. നമ്മൾ ബ്രെഡാണ് വണ്ടിക്കാണ്ട പോണത്. ബാക്കിൽ വേറെ വളർത്തുന്ന മോനെ അപ്പുറത്ത് നോക്കിയാണ്. तीन चार बार लग जाता है जी. लोकल का है जैसे ड्राइवर അപ്പുറത്തൂടെ വേറെ വണ്ടി. പെണ്ണല്ലേ ഇതാണ് ഗുരുദ്വാര. ഇത് ചൂട് വെള്ളം ഉണ്ടാകുന്നത്. ഹലോ ഗൈസ്, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഗ്രഹം പോയി, ഇന്ന് തോശയിലോട്ട് പോണേ അല്ലേ? രാവിലെ ഗുരുദ്വാര പോയി. അപ്പോൾ ബാക്കി അവിടെ ചെന്ന് കഴിക്കും. നമ്മൾ തോശെത്തി. പക്ഷേ അങ്ങോട്ട് കടക്കലൊക്കെ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. നല്ല വ്യൂ ഉണ്ട് ഇവിടെയൊക്കെ. ഫോണിൽ കണ്ടെങ്കിൽ നേരിട്ടാകുമ്പോൾ എൻ്റെ പൊന്നോ അടിപൊളി വ്യൂ ആണ്. തോശയിലുള്ള ഡോങ്കീസ്. ഗായ്സ്, ഇന്ന് യാക്കൂബിൻ്റെ ബർത്ത്ഡേ ആണ്, ഒക്ടോബർ 23. അപ്പം ഞാനൊരു പ്ലേസ് കണ്ടുപിടിച്ചേ. ഇവിടുന്ന് കേക്ക് കുറിക്കാൻ കൊടുത്തു. നല്ല വ്യൂ ഉണ്ട്. വീട്ടിലാണെങ്കിൽ ഒരു പാർട്ടിയൊക്കെ വെക്കാറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ യാക്കൂബിൻ്റെ ബർത്ത്ഡേ നമ്മൾ കസോളിൽ നിന്നാണ് ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ? യെസ്. ਉਹ ਵੈਰ ਪੈਣਗੇ ਉਹ ਪਿੰਡਾਂ ਵਾਲਿਆਂ ਦੇ ਪੰਗੇ ਸ਼ਹਿਰ